മലയാളം മോട്ടോഴ്സിന്റെ ഓണറെ കോൺടാക്ട് ചെയ്യാൻ നോക്കുമല്ലോ. ബിക്കോസ് എന്താണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ ആലോചിക്കുമ്പോൾ അങ്ങനെ ഞാൻ ഷമീർ മരക്കാറിനെ ഫോണിൽ വിളിച്ചു. ഷമീർ മരക്കാർ. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ദീപിക എന്നെ ഞാൻ വളരെ നന്നായിട്ടാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദീപിക എന്നെ ഇപ്പോൾ തൂക്കി കൊല്ലുമെന്ന് പറഞ്ഞാലും എൻ്റെ തരാൻ പൈസയില്ല, അപ്പോൾ അതിന്റെ ഡീലർഷിപ്പ് സെയിൽ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതായി കഴിഞ്ഞാൽ എനിക്ക് ഈ എമൗണ്ട് തന്നു തീർക്കാൻ പറ്റും എന്ന് പുള്ളി പറയുന്നു. നമ്മൾ മെയിൻ സ്ട്രീം ചാനലുകളൊക്കെ കാണുമ്പം അവർക്ക് പേരൊന്നും പറയാൻ നിർബന്ധം അല്ലെങ്കിൽ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പലവരും പല ചാനലുകാരും പ്രമുഖ സ്ഥാപനം, പ്രമുഖ വ്യക്തി, പ്രമുഖ നടി എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കും. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ഇത് എന്തോന്നത് ഇതിങ്ങനെ കാണിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ദീപിക എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ പരാതി നമ്മുടെ ബൈജുൻ നായർ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വഴി 2-3 ദിവസം മുൻപേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇവര് മലയാളം മോട്ടോഴ്സ്, അത് എനിക്കറിയാം, തിരുവനന്തപുരത്ത് നമ്മൾ ഹൈവേയിൽ പോകുന്ന വഴിക്ക് കാണുന്നതാണ്. 3-4 വർഷം മുമ്പേ അത് പൂട്ടിയൊക്കെ പോയായിരുന്നു. ഇപ്പൊ അവിടെ വേറെ സ്ഥാപനങ്ങളാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ മലയാളം മോട്ടോഴ്സിൽ ഒരു വാഹനം ബുക്ക് ചെയ്തു, സ്കോഡയുടെ സ്ലാവിയ എന്ന് പറഞ്ഞിട്ട്. അത് സ്വന്തം മദറിന് സഞ്ചരിക്കാൻ വേണ്ടിയാണ് ആ വാഹനം ബുക്ക് ചെയ്തത്. അപ്പൊ ഇതിന്റെ കഥ എന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. 25,000 രൂപ കൊടുത്ത് ആദ്യം വണ്ടി ബുക്ക് ചെയ്യുന്നു. പൊതുവെ എല്ലാവരും അങ്ങനെ ഉണ്ടല്ലോ, 10,000-25,000 രൂപ കൊടുത്ത് വണ്ടി ബുക്ക് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് മലയാളം മോട്ടോഴ്സ് നിന്ന് ഈ വാഹനത്തിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വാഹനം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ട് ഒരു 5 ലക്ഷം രൂപയും കൂടെ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞ് 3 ലക്ഷം രൂപ അടയ്ക്കാൻ അതിന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ കൺസേൺഡ് ഇല്ലാത്ത HDFC ബാങ്കിൽ നിന്നും 8 ലക്ഷം രൂപ ഇവർ മലയാളം മോട്ടോഴ്സിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവരെ കൺസേൺഡ് ഇല്ലാതെയാണ് ചെയ്തതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതിൽ അവർ ലോൺ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടില്ല. അവര് ഇത് ഇങ്ങനെ HDFC ബാങ്കിനെ സമീപിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ലോൺ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ്. വിത്തിൻ 30 days അല്ലെങ്കിൽ ആദ്യം ഇവർ കൊടുക്കുന്നത് ഒരു ലെറ്ററാണ് കൊടുക്കുന്നത്, അപ്രൂവൽ ലെറ്റർ. ബാങ്കിൽ നിന്ന് നമ്മൾ ഏത് ഷോറൂമിൽ നിന്നാണോ വാഹനം മേടിക്കണം ആ ഷോറൂമിലേക്ക് ഒരു ലെറ്റർ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 30 ദിവസത്തിനകത്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇതാണ് പരിപാടി. വാഹനം കിട്ടാതെ വന്നപ്പോൾ സ്ക്വാഡിനെ ബന്ധപ്പെട്ടു, അവർ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് അവസാനമാണ് അറിയണത് ഈ മലയാളം മോട്ടോഴ്സ് സ്കോഡയുമായിട്ടുള്ള ഷോറൂം അവർ സ്റ്റോപ്പ് ചെയ്ത് അവരുടെ ആ ഒരു സ്ഥാപനം തന്നെ പൂട്ടിക്കെട്ടി പോയി. അവസാനം ഇവർക്ക് പൈസയും പോയി, ഇവരുടെ കയ്യിൽ നിന്നും പൈസ പോയി, ലോണായി. ആ ലോണിന് ഇവർ മന്ത്ലി പേയ്മെന്റ് അടയ്ക്കണം. സ്കോഡയുമായും മലയാളം മോട്ടോഴ്സിന്റെ ഉടമസ്ഥനുമായിട്ടൊക്കെ സംസാരിച്ച എന്റെ വീഡിയോ നിങ്ങൾ ആദ്യം കേട്ടത്. അല്ല, സ്കോഡ ഗൈഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പ്രൂഫ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള പ്രൂഫ് ഉണ്ട്. അത് കോർട്ടിലും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മളിപ്പം ഫോൺ വിളിച്ചിപ്പോ ഈ പറഞ്ഞ പോലെ പൂട്ടിക്കെട്ടാൻ പോണ സ്ഥാപനത്തിലേക്ക് എങ്ങനെയാണ് ബാങ്കിൽ നിന്ന് പൈസ അയക്കണേ? ബാങ്കുകാർ ഇതൊന്നും അറിയുന്നില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോണെന്ന്. പൂട്ടിക്കെട്ടാൻ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ പൂട്ടിക്കെട്ടാൻ പോകുന്ന ഒരു സ്ഥാപനം നേരത്തെ തന്നെ ക്ലോസ് ചെയ്യാൻ പോകുന്നു. സ്കോഡയിലുള്ള ആൾക്കാർ അറിയുന്നില്ലേ? അപ്പോൾ ഒരു കസ്റ്റമർ സ്കോഡയെ സമീപിച്ചിട്ട് പുതിയൊരു വണ്ടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ സ്കോഡ ഇതൊന്നും അറിയുന്നില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് രണ്ടാമത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ വാഹനം, ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്ന കാര്യമാണ്, നമ്മളിപ്പോ ഒരു ബൈക്കായാലും കാറായാലും എന്ത് വാഹനം, ഓട്ടോ ആയാലും നമ്മൾ മേടിക്കാൻ പോയത്, നമ്മളൊരു തുണിക്കടയിൽ പോയിട്ട് 1,500 രൂപയുടെ ഒരു ഷർട്ട് പോയിട്ട് ഒരു 1000 രൂപ പോയിട്ട് ഒരു 100 രൂപയുടെ സാധനം വാങ്ങണമെങ്കിൽ പോലും നമ്മൾ നോക്കി നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഒരു ഷോറൂമിൽ ചെന്ന് നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്തൊരു കാറ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ പൈസയും കൊടുത്തിട്ട് കാത്തിരിക്കും. അപ്പൊ അവിടെ നിന്ന് വിളിച്ചു പറയും, ആ സാറിന് കാർ അലോട്ട്മെന്റ് ആയിട്ടുണ്ട്, സാറ് വന്ന് കാർ എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ എന്ന് പറയും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ ഏതെങ്കിലും ഒരു കാർ എടുത്ത് നമ്മളെ കൈ തരും, അതും കൊണ്ട് നമ്മൾ തിരിച്ചു വരും. റീസെന്റ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഫേസ്ബുക്കിൽ ഒരു വാർത്ത കണ്ടാണ്, വിലക്കുറവിൽ കാർ മേടിച്ചിട്ട് അവസാനം ആ കാറ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് അദ്ദേഹം പിന്നെ ആ കാറും കൊണ്ട് ആ ഷോറൂമിനെതിരെ പരാതി കൊടുത്തു. അവസാനം കോർട്ടിൽ പോയി കേസായി 8 ലക്ഷം രൂപ നഷ്ടപരിഹാരം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഫേസ്ബുക്കിൽ കണ്ട വീഡിയോ ആണ്. അപ്പൊ അതേപോലെയാണ് നമുക്ക് ഒരു 10 കാർ എങ്ങാനും അവിടെ പ്രദർശിപ്പിച്ചിരുന്ന നമ്മൾ ചെന്നിട്ട് എല്ലാം നോക്കിനാ ഓക്കെ ഈ കാറ് കൊള്ളാം, അല്ലെങ്കിൽ ഈ സ്കൂട്ടർ കൊള്ളാം, അപ്പൊ ഞാൻ ഇതെടുക്കണം, എന്റെ ചേസ് നമ്പർ എഞ്ചിൻ നമ്പർ ചെക്ക് ചെയ്തിട്ട് ഇതെടുക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശമൊന്നുമില്ല. നമ്മൾ ലക്ഷങ്ങളോ ആയിരങ്ങളോ എണ്ണി കൊടുക്കുന്നു, അവരൊരു വണ്ടി അലോട്ട്മെന്റ് ചെയ്ത് തരുന്നു, ആ വണ്ടിയും കൊണ്ട് നമ്മൾ വീട്ടിൽ പോകണം. മനസ്സിലായി? ഇതാണ് ഷോറൂമിൽ വാഹനങ്ങൾ മേടിക്കാൻ പോയാലുള്ള അവസ്ഥ. വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവന്മാർ കമന്റ് ചെയ്യണേ.
അപ്പം ഇതാണ് ഷോറൂമിലെ ഒരു അവസ്ഥ. അപ്പം ഈ പുള്ളിക്കാരിത്തിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് കണ്ടിട്ട് ഇവരുടെ സംസാരത്തിൽ നിന്നൊക്കെ വളരെ പാവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവരെ നല്ല രീതിയിൽ ഷോറൂമുകാർ പറ്റിച്ചതാണെന്ന് മനസ്സിലായി. അവസാനം അവർക്ക് കുറച്ച് നാൾ, ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് അതിനെക്കുറിച്ച് ബോധം ഉണ്ടായെന്ന് തോന്നുന്നു. ആ ദീപിക എന്ന് പറയുന്ന ലേഡി അവസാനം പറയുന്ന കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്ത് ഇപ്പൊ 2 വർഷത്തോളമായി ആ കേസിന്റെ പിറകെ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്, ഒരു വണ്ടി എടുക്കാൻ വേണ്ടി, ഇത് വല്ലവൻ്റെ നിന്ന് കടം മേടിച്ച പൈസയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് നമ്മളെ ഇഷ്ടത്തിന് നമുക്കൊരു വണ്ടി എടുക്കാൻ ആഗ്രഹം തോന്നി ആ വണ്ടിക്ക് നമ്മൾ കൊണ്ടുവന്ന് ബുക്ക് ചെയ്ത് നമ്മളെ ഇരുന്ന പൈസയും വാങ്ങിച്ചിട്ട് ഇപ്പൊ വണ്ടിയില്ല, പൈസയില്ല. ഇത് ഞാൻ മെജോറിറ്റി കേട്ടിട്ടുള്ളത് വണ്ടി മേടിച്ചിട്ട് അത് പിന്നെ പ്രശ്നമായിട്ട് ആ പ്രശ്നവും കൊണ്ട് ഇങ്ങനെ അലയണവരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് വണ്ടിയില്ല, പൈസയും പോയി, പ്രശ്നം മാത്രം കൂടുതലുള്ള ഒരു അവസ്ഥ. എന്തായാലും ഷമീർ മരക്കാർ എന്ന അദ്ദേഹം ഈ വീഡിയോ ചിലപ്പോൾ കണ്ടു കാണും. എൻ്റെ വീഡിയോ ഒന്നല്ല, ബൈജുവൻ നായരുടെ വീഡിയോ ഒക്കെ കണ്ടെങ്കിൽ ആ പുള്ളിക്കാരുത്തിയുടെ ഇവരൊന്നും പൈസ ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല, കോടികൾ ഉള്ള ആൾക്കാരാണ്. ഇവർക്ക് വേറെയും പല പല ഷോറൂമുകളൊക്കെ ഉണ്ട് ഈ പേരിൽ. ഈ മരക്കാരാണോ പണ്ട് സിനിമ എടുത്തുകൊണ്ടിരുന്ന മരക്കാർ മൂവീസ്, അതാണോ അതാ വേറെ സഹോദരങ്ങളോ റിലേറ്റീവോ അല്ലോ ആയിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ഇത് ഒരുമാതിരി മറ്റേ അടുത്ത പരിപാടിയായി പോയെന്ന് എനിക്ക് തോന്നുള്ളൂ. അവരെ കണ്ടിട്ട് എനിക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഫുൾ കാണണമെങ്കിൽ ബൈജു നായരുടെ ചാനലിൽ പോയാൽ നിങ്ങൾ ആ വീഡിയോ ഫുൾ കാണും.